നമസ്കാരം. ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ആൻഡ് നമ്മുടെ ഇത്തവണത്തെ വിഷു കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി we have a guest with us. And this is a very special guest. Currently Malayalam film industry second generation നമുക്ക് ആർക്കെങ്കിലും സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പദവി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് ഏറ്റവും യോഗ്യനായ ആൻഡ് ഈ 2013-14 നമുക്ക് വെറും ഹിറ്റ്സ് അല്ല ത്രില്ലിംഗ് ഹിറ്റ്സ് തന്നിട്ടുള്ള our very own superstar പൃഥ്വിരാജ്. വെൽക്കം ടു ദ ഷോ. ആദ്യം തന്നെ വിഷു ആശംസകൾ. നിങ്ങൾക്കും വിഷു ആശംസകൾ. കൈരളിറ്റിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസിക്കുന്നു. ഇത്തവണത്തെ വിഷുവിന് പ്രേക്ഷകർക്ക് നൽകാനുള്ള ഗിഫ്റ്റ് ആണ് 7th ഡേ. അങ്ങനെ സംഭവിച്ചു വിഷു. അതായത് ഇതൊരു വിഷുക്കാലത്ത് റിലീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം സിനിമയുടെ ഷൂട്ടിങ്ങിനൊക്കെ വളരെ മുമ്പേ ഉണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സമയം ഡിവോട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇൻ ടേംസ് ഓഫ് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഈ ഏപ്രിൽ ഇപ്പോൾ റിലീസ് സമയം വരെ ഞാൻ ഈ സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനിടയിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് 37-38 ദിവസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനും ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനും ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഞാനാണ്, ഓഗസ്റ്റ് സിനിമയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കും എല്ലാമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സമയം പ്രോബബ്ലി ചെലവഴിച്ചിരിക്കുന്ന ഒരു സിനിമ എൻ്റെ കരിയറിൽ ഇതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ഇങ്ങനൊരു വിജയം കിട്ടുമ്പോൾ ഇറ്റ് ജസ്റ്റ് ടേസ്റ്റ് സ്വീറ്റർ. ആൻഡ് ഈ മൂവി ഇറങ്ങിയിട്ട് എല്ലാവരും പോസിറ്റീവ് റിവ്യൂസ് ആണ് പറയുന്നത്. എസ്പെഷ്യലി അതിന്റെ സസ്പെൻസ്, എല്ലാവരും ഈ മുൾമനയിൽ നിർത്തുക എന്ന് പറയുമല്ലോ ഇന്റർവെൽ ആവുമ്പോൾ, ആ ഒരു ഇതാണ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നത്. ഇതൊരു ഇറ്റ് ഈസ് എ സസ്പെൻസ് ത്രില്ലർ. അപ്പോൾ ഒബ്വിയസ്ലി അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ദ സസ്പെൻസ് ഇസ് നോട്ട് വർക്കിംഗ്, ദ ഫിലിം ഇസ് നോട്ട് വർക്കിംഗ് അല്ലേ. പിന്നെ ഇതിനകത്തുള്ളൊരു എല്ലാവരോടും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സിനിമയുടെ ലാസ്റ്റ് ഷോട്ട് വരെ കാണാതെ തിയേറ്ററിൽ നിന്ന് പോകരുത്. കാരണം ലാസ്റ്റ് ഷോട്ടിലാണ് ദി എൻറ്റയർ പ്ലോട്ട് ടേക്സ് എ ബിഗ് ടേൺ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ കാണുമ്പോൾ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒക്കെ പലപ്പോഴും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തിനായിരുന്നു എന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളും ആ ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് സിനിമ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അത് അങ്ങ് ആ ലാസ്റ്റ് ഷോട്ടിൽ നമ്മൾ റിവീൽ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നീട് അങ്ങ് ഒരുപാട് അങ്ങ് പറഞ്ഞ് സ്പൂൺ ഫീഡ് ചെയ്യാതെ സിനിമ നിർത്തിയിരിക്കുകയാണ്. കാരണം അത് തിരിച്ചറിയാനുള്ളൊരു ബുദ്ധി മലയാള സിനിമ പ്രേക്ഷകർക്കുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം സത്യമാണെന്നുള്ളതാണ് ഈ സിനിമയുടെ റിസൾട്ട് പറയുന്നത്. പക്ഷേ ഉള്ളൊരു സ്വാർത്ഥമായ ആഗ്രഹം ഒരു സെക്കൻഡ് ടൈം വ്യൂയിങ് കാണണം. കാരണം ഇതിൻ്റെ ഒരു സസ്പെൻസ് അറിഞ്ഞു കഴിഞ്ഞ് രണ്ടാമത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഡിഫറെൻറ്റ് ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് പ്ലോട്ട് ലൈൻ ആണല്ലോ, അപ്പോൾ അതൊരു ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ഇതായിരുന്നല്ലോ, റിസ്ക് ആയിരുന്നല്ലോ ഇങ്ങനൊരു പ്ലോട്ട് ലൈൻ എടുക്കുക. ആൻഡ് ഈ മൂവിയുടെ ഹോൾ ഒരു നമ്മൾ കാസ്റ്റിനെ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഇസ് എ ന്യൂ പേഴ്സൺ, എൻറ്റയർലി പുതിയൊരു ഇതായിരുന്നല്ലോ. ഒരു കംപ്ലീറ്റ് ന്യൂ ടീമാണ്. ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡ്യൂസർ എല്ലാവരും പുതിയ ആൾക്കാരാണ്. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ പുതിയ ആളാണെങ്കിലും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് മലയാള സിനിമയിലുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. എൻ്റെ തന്നെ എനിക്കറിയില്ല എത്രയോ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഷിബു. അപ്പോൾ ഷിബുവിന് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. പക്ഷേ ഈ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കംപ്ലീറ്റ്ലി ന്യൂ ആണ്. ന്യൂ എന്ന് മാത്രമല്ല അവർക്ക് സിനിമയിൽ യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത രണ്ട് ചെറുപ്പക്കാരാണ്. പക്ഷേ ഈ സ്ക്രിപ്റ്റ് അവർ തിരഞ്ഞെടുത്തു. അവർ എന്നെ സമീപിച്ചത് ഈ ഒരു തിരക്കഥയുമായിട്ടാണെന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. ആ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിക്കുന്നത്. ഇത് ഞാൻ ഈ സിനിമയുടെ ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ സക്സസ് ഓഫ് ഫെയിലിയർ ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം ഇതൊരു വീറൊന്നോ അത് ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നന്നായില്ല എന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ അല്ലേ, ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഇതൊരു എന്താ പറയുക, ഒരു മീനിങ്ലെസ് അങ്ങനത്തെ ഒരു സിനിമയാകില്ല. ഇതിനകത്തൊരു അറ്റ്ലീസ്റ്റ് ഇഫ് നത്തിങ് എൽസ് ഇതിനകത്തൊരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു എന്നെങ്കിലും ആൾക്കാർ തിരിച്ചറിയും. അത്രയെങ്കിലും ഈ സിനിമ കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും ഈ സിനിമയിലേക്ക് ഓരോന്നോരോന്നായി കടന്നു വന്ന ടെക്നീഷ്യൻസ് ആയ സുജിത് വാസുദേവ്, ക്യാമറമാനോടും ദീപക് ദേവിനോടും എല്ലാവരോടും ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം ഈ സിനിമ കൊണ്ട് ഏറ്റവും ഗുണം കിട്ടിയിരിക്കുന്നതും ഈ ടെക്നീഷ്യൻസിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ആൾക്കാർ ആദ്യം എൻ്റെ ഒരു നിഗമനത്തിൽ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഡയറക്ഷനെ പറ്റിയും സിനിമാറ്റോഗ്രാഫിയെ പറ്റിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റിയൊക്കെ ആയിരിക്കും. അത് എനിക്ക് ആക്ച്വലി അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല മുംബൈ പോലീസും മെമ്മറീസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം വീണ്ടും ഒരു പോലീസ് ഓഫീസർ, അതൊരു 42 വയസ്സുള്ള ഒരു പോലീസ് ഓഫീസറായിട്ട്. അപ്പോൾ ഇപ്പോൾ അത്രയും ഏജ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, ഒരു മടിയും കാണിക്കുന്നില്ല ഇപ്പം തന്നെ. അല്ല, ഏജ് ഫൈൻ, അത് നല്ലതല്ലേ. അതിന്റെ മാത്രമല്ല ഈ ചോദ്യം എനിക്ക് 18-19 വയസ്സുള്ളപ്പോൾ ഞാൻ അകലെ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു 56 വയസ്സുള്ളൊരു ആംഗ്ലോ ഇന്ത്യൻ റൈറ്ററായിട്ട് അഭിനയിച്ചപ്പോൾ ആരും ചോദിച്ചില്ലല്ലോ. ഞാൻ ചക്രം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് 19-20 വയസ്സാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ സെല്ലുലോയിഡ്, അയാളും ഞാനും തമ്മിൽ അതിലൊക്കെ ക്യാരക്ടറിനൊരു
ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഏജ്ഡ് എന്നുള്ളതല്ല, ആക്ച്വലി ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത്, ഈ സിനിമ കണ്ടവർക്കറിയാം, ഇതിന്റെ മെയിൻ സ്റ്റോറി, കഥ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ചെറുപ്പക്കാരുടെയാണ്. ആ കഥയിലേക്ക് കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഇതിന്റെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പിനേക്കാൾ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ട്, അവരെക്കാൾ കുറച്ചുകൂടെ എൽഡറായ, അവർ സർവ് വി നീഡ് യുവർ ഹെൽപ്പ് എന്ന് പറയാൻ തോന്നിക്കുന്ന ഒരാളായിരിക്കണം ഈ ഡേവിഡ് എബ്രഹാം എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി കൊണ്ടുവരാൻ എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ചിന്തിച്ചത്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഗ്രേ സ്ട്രീക്സും ഈ കണ്ണാടിയും ഇയാൾ ഉപയോഗിച്ചിരിക്കുന്ന കോസ്റ്റ്യൂംസിന് വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ള കളേഴ്സും അതൊക്കെ. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറിന്റെ കരിയർ ഗ്രാഫ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പം ഓരോ സമയത്തും ട്രെൻഡ്, ഇപ്പോൾ കോളേജ് ബോയ് ആണെങ്കിൽ കോളേജ് ബോയ് ചെയ്തിട്ടുണ്ട്, കോമഡി ആണെങ്കിൽ കോമഡി ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ സമയത്തും എന്താ പറയുക, പ്രായത്തിനോ അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലുള്ള ക്യാരക്ടേഴ്സും കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മൾ മെമ്മറീസിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരിക്കലും പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആക്ടറിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഇത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റിലോ കാണുന്നത് നമ്മൾ നെക്സ്റ്റ് ഡോർ ബോയ് ആയിട്ടോ ഒരു ചോക്ലേറ്റ് ബോയ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്രയും വെർസറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എടുക്കാനായിട്ടുള്ളൊരു? ഞാൻ ക്യാരക്ടേഴ്സ് അല്ല തിരഞ്ഞെടുക്കാറുള്ളത്, സിനിമയാണ്. എനിക്കൊരു തിരക്കഥ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ആദ്യം ആ തിരക്കഥ കേൾക്കുമ്പോൾ ഞാൻ കാണുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിക്കാറുള്ളത്. രണ്ടാമത്തെ ചിന്തയേ ഉള്ളൂ, ശരി എൻ്റെ ക്യാരക്ടർ എങ്ങനെയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു നല്ല സിനിമയിൽ അത്ര ഗംഭീരമല്ലാത്തൊരു കഥാപാത്രം ചെയ്യുന്നതാണ് ഒരു നല്ലതല്ലാത്ത സിനിമയിൽ ഒരു ഗംഭീരമായ കഥാപാത്രം ചെയ്യുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ എനിക്കെപ്പോഴും സിനിമയാണ് പ്രധാനം. അത്തരം തിരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ അത്തരം എൻ്റെ സെലക്ഷൻസിൽ ഒരുപാട് വഴിതെറ്റി പോയിട്ടുണ്ട്. ഒരുപാട് സെലക്ഷൻസ് അതുപോലെ നല്ല സിനിമകൾ ആവാതിരുന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് സെലക്ഷൻസ് നല്ലതല്ലാതാകും. അതിനൊന്നും അങ്ങനെ ഒരു ഫുൾ പ്രൂഫ് ഒന്നുമില്ല. ഇപ്പം ഞാൻ അടുപ്പിച്ച് കുറച്ച് നല്ല സിനിമകൾ ചെയ്തുകൊണ്ട് ഇനിയും ജീവിതകാലം മുഴുവൻ എൻ്റെ എല്ലാ സിനിമകളും ഇതേ നിലവാരമായിരിക്കുമെന്നും യാതൊരു അവകാശവാദവും ഞാൻ പറയുന്നില്ല. ഇതും ഞാൻ എൻ്റെ പരാജയപ്പെട്ടു പോയ സിനിമകളിലേക്ക് ഞാൻ എങ്ങനെ എത്തിയോ അതേ ചിന്തയിലൂടെ തന്നെയാണ് ഞാൻ ഈ സിനിമകളിലേക്കും എത്തിയിരിക്കുന്നത്. പിന്നെ ഉണ്ടായൊരു വ്യത്യാസം എന്ന് പറയുന്നത്, പണ്ടൊക്കെ എപ്പോഴും നല്ലതെന്ന് മനസ്സാൽ അറിയാവുന്നൊരു സിനിമ കൂടുതൽ തവണകളും നിരാശയാണ് നൽകിയിട്ടുള്ളത്. കാരണം നല്ലതെന്ന് വിശ്വസിച്ച് നല്ലതാണെന്ന് പൂർണ്ണ ബോധ്യമായിട്ടുള്ള സിനിമകൾ തിയേറ്ററിൽ ഓടാതെ പോവുകയാണ് കൂടുതൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കരിയറിൽ ഒരുപാട് സിനിമകളുണ്ട് അങ്ങനെ. വർഗം, വാസവും, ദൈവനാമത്തിൽ പിന്നെ പറഞ്ഞു തുടങ്ങിയ ഒരുപാട് സിനിമകളുണ്ട്. അത് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു അന്നത്തെ കാലത്ത്. കാരണം നമുക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോഴും തിയേറ്ററിൽ സിനിമ ഇറങ്ങുമ്പോഴും സിനിമ കണ്ടിട്ട് ബാക്കിയുള്ളവർ കണ്ട ആൾക്കാർ, കുറച്ചുപേർ കണ്ടവർ സിനിമ കണ്ട് വിളിക്കുമ്പോഴും എല്ലാം നമുക്കറിയാം നല്ല സിനിമയാണെന്ന്. പക്ഷെ സിനിമ ഓടുന്നില്ല. ഓടിയ പല സിനിമകളും വളരെ മോശം സിനിമകളാണ് എന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു. എൻ്റെ തന്നെ സൂപ്പർ ഹിറ്റായ ചില സിനിമകളൊന്നും അങ്ങനെ എസ്തെറ്റിക് ആയിട്ടൊന്നും അതിലൊന്നും ആർക്കും അതിനകത്തൊന്നും ഇല്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആൻഡ് ഓൾസോ വെരി കൺഫ്യൂസിങ് ആണ് ഒരു ഘട്ടത്തിൽ. മോശമെന്ന് നമുക്കറിയാവുന്ന ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും നല്ലതെന്ന് നമുക്കറിയാവുന്ന ഒരു സിനിമ അട്ടർ ഫ്ലോപ്പ് ആവുകയും ചെയ്യുമ്പോൾ അടുത്തൊരു സിനിമ ഞാൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഞാൻ നല്ലതെന്ന് തോന്നുന്നതാണോ മോശമെന്ന് തോന്നുന്നതാണോ തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോൾ അത്തരം ഒരുപാട് കൺഫ്യൂഷൻസ് എൻ്റെ കരിയറിലും സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു അറുതിയാകുന്നുണ്ട് ഇപ്പോൾ ഈ പുതിയ സോക്കോൾഡ് ഒരു പുതിയ കാലഘട്ടം മലയാള സിനിമയിൽ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ആ കാലഘട്ടം തരുന്ന ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇനി ആ കൺഫ്യൂഷൻ വേണ്ട, നല്ലതെന്ന് തോന്നുന്ന സിനിമകൾ മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ പൃഥ്വി വരുന്ന സമയത്ത് ആ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു മിഡിൽ ഏജ് ആയിരുന്നു. ഇപ്പോഴാണ് ഇപ്പോൾ ഷോർട്ട് സ്റ്റോറിയുടെയൊക്കെയുള്ളൊരു മൂവീസേ ഉള്ളൂ. എല്ലാം ഒരു 10 മിനിറ്റിൽ തീർക്കാൻ പറ്റുന്ന കഥയെ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? See, ultimately what is this medium about? It's about telling a story, അല്ലേ? ഒരു കഥ പറയുകയാണ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ കഥയുടെ ദൈർഘ്യമല്ല, അല്ലെങ്കിൽ ആ കഥയുടെ സ്വഭാവമല്ല, ആ കഥ പറച്ചിലിൻ്റെ സ്വഭാവമാണ് പലപ്പോഴും സിനിമയെ നല്ലതോ മോശമോ ആക്കുന്നത്. ഏറ്റവും ഗംഭീരമായ സിനിമകൾ പറയുന്നത് ഏറ്റവും പഴയ കഥകളായി ആകാം. അപ്പോൾ അടുത്തിടയ്ക്ക് ലോകം ഒരുപാട് ചർച്ച ചെയ്ത അവതാർ എന്ന് പറയുന്ന സിനിമ പറയുന്നത് ഏറ്റവും പഴയ കഥയാണ്, അല്ലേ? ഇപ്പോൾ തമാശ രൂപേണ ആരോ പറഞ്ഞു വിയറ്റ്നാം കോളനിയുടെ അതേ കഥയല്ലേ അവതാർന്ന്. വിയറ്റ്നാം കോളനിയുടെ അതേ കഥയാണ്, അല്ലേ? വിയറ്റ്നാം കോളനിയുടെ അതേ കഥയാണ് ആക്ച്വലി. ഒരു കോളനി ഒഴിപ്പിക്കണം. ആ കോളനി ഒഴിപ്പിക്കാൻ വേണ്ടി അതിലേക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ഒരാളെ അയക്കുന്നു. അയാൾ ആ കോളനി ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ കോളനിയുടെ ഭാഗമായി തീരുന്നു, അല്ലേ? അതാണ് അവതാർ എന്ന് പറയുന്ന സിനിമയും അത് തന്നെയാണ്. അപ്പോൾ വളരെ പഴയ കഥയാണ്. പക്ഷെ അത് പറഞ്ഞിരിക്കുന്ന രീതി, കഥ പറച്ചിലിൻ്റെ സ്വഭാവം ഒരു പരിധി വരെ അത് തന്നെയാണ് സെവൻത് ഡേയും. ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത കഥയോ നിങ്ങളെ ഞെട്ടിക്കുന്ന കഥാസംഭവങ്ങളോ അല്ലെങ്കിൽ മുംബൈ പോലീസ് പോലെ ഭയങ്കരമായിട്ട് നിങ്ങളെ ഞെട്ടിച്ച് കളയുന്നൊരു പ്ലോട്ട് റെവലേഷനോ ഒന്നും ഈ സിനിമയിലില്ല. പക്ഷെ എവിടെയോ കഥ പറഞ്ഞ രീതിയിൽ
എവിടെയൊക്കെ ഒരു പുതുമ തോന്നുന്നുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഇത്രയും ഒരു സ്വീകാര്യത കിട്ടില്ലല്ലോ. അത്രയേ ഉള്ളൂ. എല്ലാ സിനിമകളും അതാണ്. ചില നല്ല കഥകൾ പറഞ്ഞ സിനിമകൾ ചിലപ്പോൾ വളരെ അൺഇൻട്രസ്റ്റിംഗ് ആയി പോകാറുണ്ട് നമുക്ക്, അല്ലേ? അത് കഥ പറഞ്ഞ രീതി അങ്ങോട്ട് ഒട്ടും എപ്പോഴും നമ്മൾ ആക്ച്വലി ഇറ്റ് ഈസ് ആസ് റോ ആസ് ഒരു മുത്തശ്ശി നമ്മളോടൊരു കഥ പറയുന്ന പോലെ തന്നെയാണ്. കഥ പറയാൻ കഴിവുള്ള മുത്തശ്ശിമാർ പറയുമ്പോൾ ആലങ്കാരികമായി കേട്ടിരിക്കാൻ ഭയങ്കര രസമുള്ള കഥയായിട്ട് അവർ പറയും, അല്ലേ? അവർ പറയുന്നത് മഹാഭാരതത്തിലെ കഥയായിരിക്കും. അതേ കഥ വേറൊരു മുത്തശ്ശി പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കാൻ അത്ര രസം ഉണ്ടാവില്ല. അതുപോലെയുള്ളൂ. പൃഥ്വിയുടെ ഒരു വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഡയലോഗ് ഡെലിവറി. എല്ലാ മൂവിയിലും നമ്മൾ കമ്പയർ ചെയ്യാനേ പറ്റില്ല, അത്രയും നല്ലൊരു ഡയലോഗ് ഡെലിവറിയാണ്. അപ്പോൾ ഈ മൂവിയിൽ ഇങ്ങനൊരു പ്ലോട്ട് സെറ്റിംഗ് ഒക്കെ ആണല്ലോ, അതിൽ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇത് ആക്ച്വലി ഭയങ്കര വെർബോസ് ആണ് ഈ സിനിമ. വെർബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായിട്ട് കോൺവെർസേഷൻസിലൂടെ മാത്രം കഥ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. ഇൻഫാക്ട് ഒരുപാട് സംസാരിക്കുന്ന സിനിമയാണ്. ഓരോ ഘട്ടങ്ങളിലും എന്ത് സംഭവിച്ചുവെന്നും എന്തായിരുന്നു ശരിക്കും നടന്നതെന്നും ഒക്കെ പ്രേക്ഷകർ അറിയുന്നത് കഥാപാത്രങ്ങൾ പറയുന്ന ഡയലോഗുകളിലൂടെയാണ്. ഇതിനൊക്കെ ഇടയിൽ ഈ ഡേവിഡ് എബ്രഹാം എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഭാഷയ്ക്കും അയാളുടെ ഡയലോഗുകൾക്കും എവിടേക്കോ ചെറിയൊരു ഫിലോസോഫിക്കൽ ഒരു ആലങ്കാരികതയുണ്ട്. അത് വളരെ ഡെലിബറേറ്റ് ആണ്. എവിടെയോ ഒരു കഥ നടക്കുന്നു, ആ കഥേനെ വളരെ ഒബ്ജക്റ്റീവായിട്ട് നിന്ന് കാണുന്ന വേറൊരാൾ ആ ഒബ്ജക്റ്റിവിറ്റിയിൽ നിന്നുകൊണ്ട് ആ കഥയിലെ സംഭവങ്ങളുടെ ഒരു ഇൻഫറൻസ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന ഒരു ക്യാരക്ടർ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇയാളുടെ ഭാഷയ്ക്കൊക്കെ മറ്റൊരു തലം ഉണ്ടാകും ഇതിൻ്റെ സസ്പെൻസ് അറിഞ്ഞു കഴിയുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞൊരു സെക്കൻഡ് ടൈം വ്യൂയിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഡയലോഗുകൾ ആക്ച്വലി ഇതിലത്തെ അഖിൽ എഴുതിയിരിക്കുന്ന ഡയലോഗുകൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സാധാരണ സംസാരിക്കുന്ന ഭാഷയല്ല, സാധാരണ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കോൺവെർസേഷണൽ ലാംഗ്വേജ് അല്ല. അത്തരം ഡയലോഗുകൾ പറയാനാണ് എളുപ്പം. ഇത് ഓൾമോസ്റ്റ് ഒരു പ്രിന്റ് ലാംഗ്വേജ് പോലെയാണ്. അപ്പോൾ അത് പറയാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് പിന്നെ കുറച്ച് ആലോചിച്ച് മൊണോട്ടണസ് ആകാതെ. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഡേവിഡ് എബ്രഹാമിൻ്റെ ഡയലോഗ്സിലൊന്നും ഇമോഷൻ ഇല്ല. അയാൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഇപ്പോൾ അയാളുടെ ആദ്യത്തെ വോയിസ് ഓവർ, ഇപ്പോൾ മിഡ് നൈറ്റ്, പൂർണ്ണമാകുന്ന ഒരു ദിവസത്തിൻ്റെ ഏറ്റവും നിർണായകമായ മുഹൂർത്തം, മനുഷ്യൻ അഭിനയിക്കാത്ത നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ അയാൾ അതിനകത്ത് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടല്ല പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഡബ് ചെയ്യുമ്പോഴും ഇത് പറയുമ്പോഴും ഒക്കെ ചിന്തിക്കുന്നത്. പക്ഷെ പൃഥ്വി ഒത്തിരി വായിക്കുന്ന ആളായതുകൊണ്ട് ഒത്തിരി ഒന്നും വായിക്കാറില്ല. ഞാൻ കേട്ടിട്ടുണ്ട് സെറ്റിൽ പോകുമ്പോൾ എപ്പോഴും ഒരു ബുക്ക് എന്തായാലും കയ്യിലുണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അതങ്ങനെ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമൊന്നും ആയിരിക്കില്ല. പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണെന്ന് മാത്രം. എന്നേക്കാൾ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. ഇപ്പോൾ ഞങ്ങൾ ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ കണ്ടു, ഈ വിഷുവില് ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ, ഒരു പുതിയ ആളുകൂടി വരാൻ പോവാണല്ലോ. വിഷുവിനല്ല, പുതിയ ആൾ വരുന്ന ഓണം സമയത്തായിരിക്കും നമ്മളൊരു അങ്ങനെ ഒരു വാർത്ത കേട്ടു. ലൈഫിലൊരു മകനായി, ഭർത്താവായി, ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു നടനായി ഇനി പുതിയൊരു സ്റ്റെപ്പിലേക്ക് പോവാണ്, ഒരു അച്ഛൻ എന്നുള്ളൊരു റോള്. എന്തൊക്കെയാണ് പ്രതീക്ഷ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ആക്ച്വലി ഞാൻ പണ്ട് കല്യാണം കഴിക്കുന്നതിനൊക്കെ വളരെ മുമ്പ്, സുപ്രിയയെ കണ്ടുമുട്ടുന്നതിന് വളരെ മുമ്പ് ഞാൻ എപ്പോഴും എൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞു എനിക്ക് കുട്ടികൾ വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, എനിക്ക് കല്യാണത്തിനോട് മാത്രമേ ഉള്ളൊരു സംശയം. ഞാൻ പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ അത് പിന്നെ ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു, ഞാൻ പ്രണയിച്ചു, കല്യാണം കഴിച്ചു. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ നമ്മൾ തീരുമാനിച്ചാണ് ഒരു 3 വർഷം നമ്മൾ അടിച്ചു പൊളിക്കും. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ 3 years നമ്മൾ ഇങ്ങനെ യാത്രകൾ ഇത് ഇപ്പോൾ കുട്ടികളുണ്ടായാലും യാത്ര ചെയ്യും. എന്നാലും വിൽ ഓൾവേസ് ബി എവിടെയോ നമ്മുടെ രണ്ടുപേരുടെയും ഉള്ളിൽ വാഗബോൺസ് ഉണ്ട്, ബാക്ക് പാക്കും തൂക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒരു കുട്ടി വന്നുകൊണ്ട് അതിനൊരു വ്യത്യാസം സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ എൻ്റെ ചേട്ടനെയൊക്കെ ഭയങ്കര അസൂയാപൂർവ്വം കണ്ട് നോക്കിയിട്ടുള്ളൊരു കാര്യമാണത്. ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെയാണ്. അപ്പം സുപ്രിയ ലൈഫിലേക്ക് വന്നതിന് ശേഷമുള്ള വിഷു ഫെസ്റ്റിവൽസ് ഒക്കെ എങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്യും, ആഘോഷങ്ങളിലൊക്കെ ശരിക്കും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പം സുപ്രിയ ആക്ച്വലി ഒരു വളരെ നല്ല കുക്കാണ്. അതിങ്ങനെ വിഷു സാധാരണ ആൾക്കാരങ്ങനെ വൈഫ് കുക്ക് ചെയ്യുമെങ്കിലും അങ്ങനെ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അല്ല, ഇതങ്ങനെ നന്നായി കുക്ക് ചെയ്യാനല്ല, അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു എൻ്റെ കിച്ചണിലിരിക്കുന്ന ഗാഡ്ജറ്റ്സ് ഒക്കെ കണ്ട എനിക്ക് തന്നെ അറിയില്ല ഇതെന്തോ ഞാൻ കണ്ടിട്ടില്ലാത്ത. അതായത് ഈ കേക്കിൻ്റെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു കിച്ചൺ എയ്ഡ് ഒരു സാധനം, അങ്ങനെ വേറെ എന്തൊക്കെയോ. അതൊരു ഭയങ്കര പാഷൻ ആയിട്ടുള്ളൊരു ആളാണ്. എന്നാൽ ഒരു ജോലിയായിട്ട് കുക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. ഭയങ്കര ഒരു ഇവന്റ് ആണ്. അതായത് നേരത്തെ അനൗൺസ് ചെയ്യും നാളെ ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ എന്തെങ്കിലും ഒരു കേട്ടിട്ടില്ലാത്തൊരു സാധനം പറയാം. അപ്പം അങ്ങനെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിനൊന്നും ഒരു വിഷു എന്നൊന്നുമില്ല. ഇൻഫാക്ട് ഏതെങ്കിലുമൊക്കെ ദിവസങ്ങൾ വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഓവനായിട്ട് സ്റ്റേ ചെയ്യുന്ന സെർവൻസോ അങ്ങനെ ആരുമില്ല. നമ്മൾ
പെട്ടെന്ന് എനിക്ക് ഒരു ദിവസം ഒരു 4 മണിക്കൊക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ഫുൾ ഫ്രീ ആണെങ്കിൽ മിക്കപ്പോഴും നമ്മൾ ചെയ്യുക ഒരുമിച്ച് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വേറെ ആരും ഇല്ല വീട്ടിൽ, നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്യുക, ഒരുമിച്ച് ഡിന്നർ കഴിക്കുക, മേളിൽ ഹോം തിയേറ്ററിൽ ഒരു സിനിമ കാണുക, അതാണ് നമ്മുടെ ഒരു യൂഷ്വൽ ഈവനിങ് റുട്ടീൻ. അപ്പോൾ അതിനിപ്പോൾ വിഷു എന്നൊന്നുമില്ല. കുക്ക് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഷ് അറിയോ കുക്ക് ചെയ്തിട്ട് സക്സസ് ആയിട്ട്? ഒരുപാടുണ്ട് ആക്ച്വലി. ഞാനും അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യാൻ, കാരണം ഒറ്റയ്ക്ക് ജീവിച്ചാണ് 2 വർഷം. അപ്പോൾ അവിടെ ഇതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. ഒരുപാട് അങ്ങനെ രണ്ടുപേർക്കും അത്യാവശ്യം കുക്ക് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ്. ഏതാ ഫേവറേറ്റ് ക്യൂസിൻ? എനിക്കിഷ്ടം ചോറും മീൻകറിയാണ്. അത് സുപ്രിയ നന്നായിട്ട് ഉണ്ടാക്കും. ആ ഒരു സമയത്ത് പൃഥ്വിരാജ് ചെയ്യുന്ന മൂവീസ് ആണെങ്കിലും ശരിക്കും യൂത്തിനെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്ന മൂവീസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന മൂവീസ് ആ യൂത്ത് നിന്ന് മാറി കുറച്ചും കൂടെ ഏജ് ഉള്ള ആൾക്കാരെ കൂടുതലായിട്ട് സിനിമകളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് മൂവീസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എന്ത് തരം സിനിമകളാണ് യൂത്തിനെ അട്രാക്ട് ചെയ്യുന്നത് ആക്ച്വലി? നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കുറച്ച് ഫെസ്റ്റിവൽ സീസണൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും ചിരിക്കാനായിട്ടോ അല്ലെങ്കിൽ കോമഡിയോ. അങ്ങനെ യൂത്തിനെ തരം താഴ്ത്തരുത്. നമ്മള് യൂത്തിനെ അവർ ചിരിക്കാൻ വേണ്ടി മാത്രമാണ് തിയേറ്ററിൽ പോകുന്നത്, അല്ലെങ്കിൽ അവര് ഇങ്ങനെ ഒരു മൈൻഡ്ലെസ് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് തിയേറ്ററിൽ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല. ടു ബി വെരി ഫ്രാങ്ക്, ആ ഒരു സെഗ്മെന്റ് ഓഫ് ഓഡിയൻസ് ആണെന്ന് തോന്നുന്നത് ഏറ്റവും ജുഡീഷ്യസ് ആയിട്ട് എന്താ പറയാ സിനിമ കാണുന്നതും സിനിമയെ വിലയിരുത്തുന്നതും. എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ഓതന്റിക് ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ സിനിമകളെ പറ്റി പറഞ്ഞിട്ടുള്ള എല്ലാം അണ്ടർ 25, അണ്ടർ 30, ഈവൻ അണ്ടർ 20 ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ യൂത്തിന് വേണ്ടി ഒരു സിനിമ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിലൊരു മൈൻഡ്ലെസ് ആയിട്ടുള്ളൊരു സിനിമ എടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും അഭിപ്രായമില്ല. യൂത്തിന് വേണ്ടിയാണ് സിനിമ എടുക്കുന്നതെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ട് വളരെ ലോജിക്കലായിട്ടുള്ളൊരു സിനിമ തന്നെ വേണം എടുക്കാൻ. ഇപ്പോഴത്തെ യൂത്ത് ഭയങ്കര ഈ പറഞ്ഞ പോലെ ഇന്റലക്ച്വൽ ആയിട്ടാണ് എല്ലാ സിനിമയും കാണുന്നത്. അവരുടെ ഒരു ഗ്ലോബൽ എനിക്കത് ഇൻഫാക്ട് ഒരു ഇന്റലക്ച്വൽ അങ്ങനല്ല ഞാൻ അതിനെ കാണുന്നത്. ദേ ജസ്റ്റ് അവരുടെ ഇൻ ജനറൽ സൊസൈറ്റിയുടെ എസ്തെറ്റിക്സ് തന്നെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എസ്തെറ്റിക്സ് ആർ റിയലി ഇവോൾവ്ഡ്. അവർ എല്ലാത്തിനോടും ആക്സസ് ഉണ്ടല്ലോ. നമ്മൾ ഒരു ഇംഗ്ലീഷ് സിനിമകളോടും വേൾഡ് സിനിമകളോടും വേൾഡ് ലിറ്ററേച്ചറിനോടും എല്ലാത്തിനോടും ആക്സസ് ഉള്ളൊരു യങ് ജനറേഷനാണ്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് നമ്മൾ 25 വർഷം മുമ്പുള്ള സിനിമകൾ കൊണ്ട് കൊടുത്താൽ, പുതിയതായിട്ട് പാക്കേജ് ചെയ്തുകൊണ്ട് കൊടുത്താൽ അവരത് അംഗീകരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ. ഇൻഫാക്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയ ഒരു മൂവിയായിരുന്നു സെല്ലുലോയിഡ്. ഒരുപാട് ആളുകൾ പബ്ലിക്കായിട്ട് തന്നെ അതിനെക്കുറിച്ച് നല്ല കമൻസ് പറയും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ഏറ്റവും നല്ല മൂവിയായിട്ട് ഇപ്പോൾ മലയാളം സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ എപ്പോഴും നിൽക്കുന്ന ഒരു പേരായിരിക്കും സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ മൂവി. ആ മൂവിക്ക് ശേഷമുണ്ടായ ചേഞ്ച് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ മൂവിയെക്കുറിച്ച് കിട്ടിയ ഏറ്റവും നല്ല റിവ്യൂസ് എന്തൊക്കെയാണ്? ഇല്ല, സി എനിക്ക് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാനതിനൊരു സിനിമയായിട്ടാണ് കണ്ടത്. ഫസ്റ്റ് തിങ് ഇസ് ആസ് എ ഫിലിം അതെങ്ങനെയുണ്ട്. വാട്ട് എവർ സെഡ് ഓൺ JC ഡാനിയൽ എന്ന് പറഞ്ഞ നമ്മുടെ മലയാള സിനിമയുടെ പിതാവിനെ കുറിച്ചുള്ള സിനിമയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത കഥയാണെങ്കിലും ശരിക്കും നടന്ന സംഭവമാണെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഐ സ്ട്രോങ്ലി ബിലീവ് if that film was not interesting as a standalone creation, if the film was not interesting, അത് ഇത്ര നന്നാവില്ലായിരുന്നു, ആൾക്കാർ ഇത്രയും സക്സസ്ഫുൾ ആവില്ലായിരുന്നു ആ സിനിമ. നല്ല സിനിമയും അതിൻ്റെ പുറമെ ഈശ്വര നടന്ന കഥയാണല്ലോ, ഈ ഒരു മനുഷ്യൻ കാരണമാണല്ലോ ഇന്ന് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് എന്നുള്ളൊരു സത്യാവസ്ഥ കൂടി ആവുമ്പോൾ ഐ തിങ്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ കണക്ട് ആ സിനിമയുടെ ആൾക്കാർക്കുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓൾ ദാറ്റ് ഇസ് ഗ്രേറ്റ്. പക്ഷെ അതൊന്നുമല്ല, ഇനിയൊരു വലിയ തലമുറയ്ക്ക് JC ഡാനിയൽ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ മുഖമായിരിക്കുമല്ലോ എന്നുള്ളത് എനിക്കത് ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. എനിക്കിപ്പോഴും കൃഷ്ണൻ എന്ന് പറഞ്ഞ ഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം നിതീഷ് വർദ്ധമാൻ്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കുട്ടിക്കാലത്ത് ദൂരദർശൻ മഹാഭാരതം എന്ന് പറഞ്ഞ സീരിയൽ കണ്ടുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി നിന്നാലും നമ്മൾ ആദ്യം നിതീഷ് വർദ്ധ ഉണ്ടോ അതെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോഴും എവിടെയോ നമുക്ക് ആ മുഖം അല്ലേ നമ്മൾ ഓർമ്മയിലുണ്ടാവും. അപ്പൊ അതുപോലെ JC ഡാനിയൽ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു തലമുറക്കെങ്കിലും പൃഥ്വിരാജിന്റെ മുഖമായിരിക്കുമല്ലോ ആദ്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്നുള്ള ഒരു വലിയ അച്ചീവ്മെന്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. JC ഡാനിയലുടെ മക്കൾ ഈ സിനിമ കണ്ടിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു, ശരിക്കും അച്ഛൻ നടന്ന പോലെയും ഇരുന്ന പോലെ എല്ലാം അതേപോലെ തന്നെയായിരുന്നു. ഞാൻ ആക്ച്വലി അദ്ദേഹത്തിന്റെ 2 മക്കൾ ജീവനോടെ ഇരിപ്പുണ്ട്. മകളും ഹാരിസ് ഡാനിയൽ ഏറ്റവും ഇളയ മകനും, ഈ ഫിലിം കത്തിച്ച ഇളയ മകനും ജീവനോടെ ഉണ്ട്. അപ്പോൾ ഇവരെ 2 പേരും സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പ് പരിചയപ്പെടാനും എസ്പെഷ്യലി ഹാരിസ് ഡാനിയലായിട്ട്, കാരണം മാഡം ഒരുപാട് പ്രായമായപ്പോൾ ഹാരിസ് ചേട്ടനായിട്ട് ഒരുപാട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അവരൊക്കെ അച്ഛനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. അവർ പറഞ്ഞ പോലത്തെ ഒരു അച്ഛനല്ല ഞാൻ കാണിച്ചിരുന്നെങ്കിലും ഫ്യൂ തിങ്സ് ഐ ഗോട്ട്. കാരണം വൺ ഇൻ ഹിസ് ഓൺ വേ വാസ് വെരി ക്ലാസിക്. അതിനകത്ത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അല്ല നിങ്ങൾ മലയാളം
ഇതാണ് സെല്ലുലോയിഡ് എന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ എന്താണ് ഇംഗ്ലീഷ് അങ്ങനെ വളരെ പ്രോപ്പറായിട്ട് സംസാരിച്ച് JC ഡാനിയൽ കുഡ് സ്പീക്ക് എക്സലന്റ് ഇംഗ്ലീഷ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിന് ഒരു സ്ലൈറ്റ് ബ്രിട്ട് ആക്സെന്റ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഹാരിസ് ജാനിയുടെ നിന്നൊക്കെയാണ്. എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമായി. ഒരുപാട് തിരക്കുകളുണ്ടെങ്കിലും ഈ ഒരു വിഷുക്കാലത്ത് കുറച്ച് നേരത്തേക്കെങ്കിലും കുറച്ച് സമയം നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് സാധിച്ചു. ആൻഡ് 7th ഡേ എന്ന് പറഞ്ഞ മൂവി ഓൾറെഡി ഹിറ്റാണ്. ഒരുപാട് റിവ്യൂസ് നമുക്കും കിട്ടുന്നുണ്ട്. ഈ വിഷുക്കാലത്ത് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇത് തന്നെയാണ് പറയാനുള്ളത്. 7th ഡേ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇത്ര വലിയ വിജയം തന്നതിന് ഐ എം റിയലി താങ്ക് യു സോ മച്ച്. കാരണം ഇതൊരു വളരെ അൺഅസ്യൂമിംഗ് ആയിട്ട് വന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, പുതിയ ആൾക്കാർ ചെയ്ത സിനിമയാണ്. അങ്ങനൊരു സിനിമയ്ക്ക് ഇത്ര വലിയ റിസപ്ഷൻ തന്നതിന് താങ്ക് യു സോ മച്ച്. കാണാത്തവർ കുടുംബസമേതം തിയേറ്ററിൽ പോയി 7th ഡേ കാണണം. കണ്ടവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ക്ലൈമാക്സിൻ്റെ ട്വിസ്റ്റ് അറിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഈ സിനിമ കാണണം. അതിൻ്റെ ഒരു സ്വാർത്ഥമായ ആഗ്രഹമാണ്. കാരണം നമ്മളിതിൽ ചെയ്തിരിക്കുന്ന ഒരുപാട് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുക ഇതിൻ്റെ ക്ലൈമാക്സിൻ്റെ ട്വിസ്റ്റ് അറിഞ്ഞതിന് ശേഷമാണ്. സോ പ്ലീസ് വാച്ച് ഇറ്റ് എ സെക്കൻഡ് ആൻഡ് എ തേർഡ് ടൈം ഓൾസോ. താങ്ക് യു സോ മച്ച്. സോ ഞങ്ങളുടെ സ്പെഷ്യൽ വിഷു ആശംസകൾ സുപ്രിയയെ അറിയിക്കുക. തീർച്ചയായിട്ടും എൻ്റെയും സുപ്രിയയുടെയും സ്നേഹം നിറഞ്ഞ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ വിഷു കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ആശംസിക്കുന്നു.